അങ്ങനെ ഞാനിതാ പാറശാല ബാലികാ മന്ദിരത്തിൽ വന്നിരിക്കുകയാണ്. ഇവിടെ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന കുറേ മക്കളുണ്ട്. ആ മക്കളെ കാണാനാണ് ഞാൻ വന്നത്. പാട്ടുപാടി ഉറക്കാം ഞാൻ താമര പൂം പൈതലേ. നമുക്ക് പോയാലോ? വരുന്നോ? സിനിമയിൽ അഭിനയിക്കാം? സീരിയലിൽ അഭിനയിക്കാം? ആന്ന്. അയ്യോ, ശരിക്കും നമ്മൾ ലൈഫിൽ എപ്പോഴെങ്കിലുമൊക്കെ ഇവിടെ വന്ന് സന്ദർശിക്കണം. കാരണം ഇവരുടെ മുഖത്തെ ഒരു പുഞ്ചിരി എന്ന് പറയുമ്പം ഒരു കള്ളത്തരമില്ലാത്ത, ഒരു മായമില്ലാത്ത, നിഷ്കളങ്കമായ ചിരികളാണ് കേട്ടോ. ഞങ്ങൾക്ക് തരാനുള്ളത് എല്ലാവരുടെയും ഒരു സ്നേഹ ഹഗ്ഗാണ്. ദൈവം കൂളായിട്ട് അനുഭവിക്കട്ടെ ചേച്ചി. എനിക്ക് സങ്കടം കരച്ചിലൊക്കെ വരുന്നുണ്ട്. கண்ணை நேற்றோடு காணவில்லை, என் கண்களை பறித்து கொண்டும் ஏன் இன்னும் பேசவில்லை. അപ്പൊ ഇതൊക്കെ സാമ്പിള് വെടിക്കട്ടെ കേട്ടോ. ഇനി പൂരം അകത്ത് നടക്കാൻ പോന്നേ ഉള്ളൂ. ഡാൻസ് ഉണ്ടോ? ഉണ്ടോ? അപ്പൊ നമ്മളൊരു പൊളി പൊളിക്കും. അങ്ങനെ ഞാനിതാ പാറശാല ബാലികാ മന്ദിരത്തിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ച ഒരുപാട് മക്കളുണ്ട്. ആ മക്കളെ കണ്ടിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ എനിക്ക് സമയം ഒത്തു വന്നപ്പോൾ ഞാനിവിടെ മക്കളെ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. ഈ മക്കളുടെ ഒരമ്മ ഇവിടെ ഉണ്ട്, ഷീബ വാ. ഇതാണ് ഇവിടുത്തെ അമ്മ. ഞാനല്ല, ഇവിടെ ഞാൻ വന്നോണ്ട് മക്കളൊക്കെ അമ്മ എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷെ ഇവരാണ് ഇവിടുത്തെ മക്കളുടെ അമ്മ. ഇതാ രണ്ട് ഭാഗത്ത് എൻ്റെ മക്കൾ എല്ലാവരും ഇരിക്കുകയാണ്. എല്ലാവരും വരട്ടെ, ഓടിവാ. ഇവരുടെ സന്തോഷം കാണാനാണ് ഞാൻ ഓടി വന്നത്. കാരണം ഞാനിത് അനുഭവിക്കുന്ന ഒരാളാണ്. ഇവരുടെ സന്തോഷം എനിക്ക് ഭയങ്കര തൃപ്തിയാണ്. ഇത് കിട്ടുന്ന ഒരു സന്തോഷം വേറെ ഒന്നിലും കിട്ടത്തില്ല. അപ്പൊ ഞാൻ ഷീബയെ വിളിക്കുന്നു. ഷീബയോട് പറഞ്ഞ് എനിക്ക് ഫ്രീ ആയിട്ട് ഷൂട്ട് ഇല്ലാത്ത ദിവസം ഓടി എത്തിയിരിക്കുകയാണ്. ഇവരുടെ വിശേഷങ്ങൾ ഞാൻ എല്ലാവർക്കുമായിട്ട് കാണിച്ചു തരാം, പരിചയപ്പെടുത്തി തരാം. പൊന്നിന്റെ പൊന്നായ ഒരുപാട് മക്കളാണ് ഇവിടെ. നമുക്ക് ഇവരുടെ ഹൃദയത്തിൽ നിങ്ങൾ എല്ലാവരും സൂക്ഷിക്കുക. ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് കാണാം. ഇവരുടെ എല്ലാ വിശേഷങ്ങളും ഞാൻ പറഞ്ഞു തരാം. ശരിക്കും ജീവ ചേച്ചിയുടെ ഇത്രയും സന്തോഷത്തിന് രഹസ്യം എന്താന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ശരിക്കും ഇവരുടെ ഒരു എനർജിയാണ് കേട്ടോ. ചേച്ചിക്ക് എന്താ ഈ നിമിഷം പറയാനുള്ളേ? അല്ല, സത്യം, ഞാനിത് അനുഭവിച്ച ആളായതുകൊണ്ട് എനിക്ക് ഇവിടെ വരുമ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന എനിക്കറിയാം. ഈ കുഞ്ഞുങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെറ്റമ്മ കിട്ടിയ സുഖമാണ്. ഞാൻ വരുമ്പോ അത്രയും സന്തോഷം. എപ്പോഴും നിങ്ങളുടെ സ്വന്തം അമ്മ ഈ രണ്ടമ്മമാണ്. അപ്പൊ ഇവിടുത്തെ അമ്മയാണ്, എല്ലാമാണ്. ഇവരാണ് ഷീബ. പേരെന്തുവാ? എന്റെ പേര് ഷീബ. ഇവിടെ വീട്? എന്റെ വീട് പാറശാല തന്നെയാണ് എന്റെ വീട്.
ഞാനിവിടുത്തെ വാർഡനാണ്. എനിക്ക് ദൈവം ഒരു 61 മക്കളെ കൂടെ തന്നിട്ടുണ്ട്. 2 മക്കൾ സ്വന്തമായിട്ട് വീട്ടിലുണ്ട്. ഇവിടെ ഒരു 61 മക്കളൂടെ ഉണ്ട്. അങ്ങനെ ഭയങ്കര സന്തോഷമാണ്. ഏറ്റവും ഭാഗ്യവതി ഞാനെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ദൈവം എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച കുഞ്ഞുങ്ങളാണ്. അവർ എത്രത്തോളം പഠിപ്പിക്കണം, വളർത്തണം, നല്ല നിലയിൽ എത്തിച്ചേർക്കണം. അതാണ് എൻ്റെ സ്വപ്നം. അത് ദൈവം സാക്ഷാത്കരിക്കാൻ നിങ്ങളെപ്പോലുള്ളവരൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര സന്തോഷം. എനിക്ക് ഈ വീഡിയോ കാണുന്നവരാണെങ്കിലും മനസ്സിലാക്കേണ്ട കാര്യം, നമുക്കൊന്നും ഒന്നിന്റെ കുറവില്ലല്ലേ ഒരു കണക്കല്ലേ? പക്ഷെ നമ്മളെക്കാൾ സന്തോഷമാര് ഈ പിള്ളേരാ. തീർച്ചയായിട്ടും. മക്കളെ എങ്ങനെയുണ്ട് ശിവചേച്ചിയൊക്കെ? അടിപൊളിയാണ്. വൈബാണ്. വിറ്റാണ് ആന്റി. ഞങ്ങളുടെ ബാറ്ററിനാണ് ആന്റി. ഹലോ, എന്തുകൊണ്ട് വിശേഷം? പേരെന്തുവാ? അഞ്ജിത. ഈ കൂടുതൽ ഏറ്റവും നല്ല പാട്ട് പാടുന്ന ആരാ? സിയയുടെ ഒരു പാട്ട്. கண்ணாலனே எனது கண்ணை நேற்றோடு காணவில்லை, என் கண்களே பறித்து கொண்டு ஏனென்றும் பேசவில்லை, ஆளானே ஒரு செய்தி அறியாமலே அலைப்பாடும் சிரிப்பேத்தினானோ, உன் பேரும் என் பேரும் தெரியாமலே உள்ளங்களிடம் மாறும் ஏனோ, வாய் பேசவே வாய்ப்பில்லையே, வழி தீர வழி என்னவோ, கண்ணாலனே எனது கண்ணை நீற்றோடு காணவில்லை, என் கண்களே பறித்து கொண்டு ஏனென்றும் பேசவில்லை. ഓ, അപ്പൊ ഇതൊക്കെ സാമ്പിള് വെടിക്കട്ടെ കേട്ടോ. ഇനി പൂരം അകത്ത് നടക്കാൻ പോകുന്നേ ഉള്ളൂ. ഡാൻസ് ഉണ്ടോ? ഉണ്ടോ? അപ്പൊ നമ്മളൊരു പൊളി പൊളിക്കും. അപ്പൊ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അകത്തുനിന്ന് കാണാം. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കുടപ്പുഴയാകെ അലഞ്ഞോനാണ്ടി. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കുടപ്പുഴയാകെ അലഞ്ഞോനാണ്ടി. ആരുമാവാത്ത കാലത്ത് ഞാനൊന്ന് ഓടി നടന്നു വണ്ടി. എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. ആരുമാവാത്ത കാലത്ത് ഞാനൊന്ന് ഓടി നടന്നു വണ്ടി. എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. നൂറിന്റെ നൊട്ടിയില്ലാതെ നെട്ടോട്ടം ഓടിയുമ്പോ വലിച്ചെന്റെ കയ്യിൽ നടുവ് തളർത്തിയൊരൊട്ട വണ്ടി. നൂറിന്റെ നൊട്ടിയില്ലാതെ നെട്ടോട്ടം ഓടിയുമ്പോ വലിച്ചെന്റെ കയ്യിൽ നടുവ് തളർത്തിയൊരൊട്ട വണ്ടി. ആരുമാവാത്ത കാലത്ത് ഞാനൊന്ന് ഓടി നടന്നു വണ്ടി. എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. ആരുമാവാത്ത കാലത്ത് ഞാനൊന്ന് ഓടി നടന്നു വണ്ടി. എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. കണ്ണുങ്ങളുടെ പ്രായത്തിൽ എന്റെ പിന്നാരോ
ഇവിടെ എത്തുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന ഒരു കാര്യം. കാരണം ഷീബയുടെ ഈ സന്തോഷം ഒരു വശത്തുണ്ടെങ്കിലും ഷീബയുടെ കഷ്ടപ്പാട് ഞാൻ മനസ്സിലാക്കുന്നതാണ്. കാരണം ഈ മക്കളെ ഒരു വീട്ടിൽ 2 കുട്ടികൾ 3 കുട്ടികൾ ഉള്ളിടത്ത് പോലും കഷ്ടമുള്ളപ്പോൾ ഇത്രയും മക്കളുടെ കാര്യങ്ങൾ ഷീബയുടെ ഒരു പ്രവർത്തനം കൊണ്ട്, സ്നേഹം കൊണ്ട് മറ്റുള്ളവർ സഹായിക്കാൻ ഹൃദയമുള്ളവരെത്തുമ്പോൾ മാത്രമാണ് ഈ കുട്ടികൾക്ക് സന്തോഷമുണ്ടാവുന്നത്, വയറ് നിറച്ചും ആഹാരം ഉണ്ടാവുന്നത്. പക്ഷെ അവിടെ എത്തണമെങ്കിൽ നമ്മളെപ്പോലുള്ള കുറേ പേരുടെ സഹായം ആവശ്യമുണ്ട്. ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്കെല്ലാം പറഞ്ഞിട്ടുണ്ട്, അവരൊക്കെ അവർക്ക് പറ്റുന്ന രീതിയിൽ എത്താറുമുണ്ട്. ഈ മക്കൾ പഠിച്ച് വിദ്യാഭ്യാസം നേടിയെടുത്ത് ഒരു ജോലി ആകുന്നത് വരെയും ഇനിയും കുഞ്ഞുങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ അവരെയൊക്കെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ ഷീബ എത്രത്തോളം കഷ്ടപ്പെടണം എന്ന് ഇവിടെ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായി കാണും, ഈ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു, ഷീബയെ സഹായിക്കാൻ, ഷീബയ്ക്ക് വേണ്ടി, ഈ മക്കൾക്ക് വേണ്ടി സഹായിക്കാൻ നിങ്ങളെല്ലാവരും, ഹൃദയമുള്ള എല്ലാ സുഹൃത്തുക്കളും ഈ കാണുന്നവരും എല്ലാം ഹൃദയം കൊണ്ട് നിങ്ങൾ ഇവിടെ എത്തണം. എന്നെയും കോണ്ടാക്ട് ചെയ്യണം, ഷീബയെയും കോണ്ടാക്ട് ചെയ്യണം. എന്നെ കോണ്ടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് എളുപ്പമാണ്, എൻ്റെ സുഹൃത്തുക്കൾക്ക് അറിയാം. നിങ്ങൾ എന്നെ കോണ്ടാക്ട് ചെയ്താൽ ഞാൻ ഷീബയിൽ എത്തിക്കും. എന്നിട്ട് ഈ മക്കൾക്ക് നല്ല ആഹാരം നൽകി, നല്ല ആരോഗ്യം നൽകി, നല്ല വസ്ത്രം നൽകി, നല്ല സൗന്ദര്യം നൽകി, ഈ മക്കൾക്ക് ഒരു ഉദ്യോഗം ആകുന്നത് വരെയും നിങ്ങളെല്ലാവരും എന്നോടൊപ്പം ഉണ്ടാകണം എന്നൊരു അപേക്ഷയോടെയാണ് ഞാൻ ഷീബയോട് 1-2 കാര്യങ്ങൾ ചോദിക്കുന്നത്. ഷീബ, ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ? എൻ്റെ ഹൃദയമാണ് സംസാരിച്ചത്, എൻ്റെ നാക്കല്ല സംസാരിച്ചത്, ഹൃദയമാണ്. ഞാൻ ഇവിടെ വരുമ്പോഴൊക്കെ തന്നെ എൻ്റെ മനസ്സിൽ ഷീബയുടെ വേദനകളും ഷീബയുടെ കഷ്ടപ്പാടുകളും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്ത് 5-8 മാസമായിട്ട് ഷീബ പെടുന്ന പാടുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? നമുക്കത് ഓപ്പണായിട്ട് ഇപ്പോൾ പറയാൻ പറ്റില്ല, അല്ലേ? അത് മറ്റൊരു സഭയായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പക്ഷേ ഒരു നേരത്തെ ആഹാരം എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ഭീകരമായതാണ് ഇത്രയും ആളുകൾക്ക്. അത് ഒരു ദിവസം 3-4 നേരമായി, ഒരു മാസം 30 ദിവസം 31 ദിവസമായി, വർഷങ്ങളാകുമ്പോൾ ഷീബയുടെ കഷ്ടപ്പാട്. അതിന് ഞാനല്ലാതെ മറ്റുള്ളവരിൽ നിന്നും ഞാൻ എന്ത് പറയണമെന്ന് ഷീബ തന്നെ എന്നോടൊന്ന് പറയൂ. തീർച്ചയായിട്ടും ഞാൻ പറയാം, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യണം. കാരണം ഇത്രത്തോളം ഒത്തിരി കഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങളാണ് ഞങ്ങളുടെ ഹോമിലുള്ളത്. കാരണം വീട്ടിൽ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളാണ്. അപ്പം അവർക്ക് വീട്ടിൽ പഠിപ്പിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ പഠിപ്പിക്കുമായിരുന്നു. പക്ഷെ ആ ഒരു സാഹചര്യം ഇല്ല. അപ്പോൾ ദൈവം ഞങ്ങളുടെ കയ്യിൽ ഈ മക്കളെ അത്രയും എൻ്റെ കയ്യിൽ കൊണ്ട് ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അവരെ എത്രത്തോളം പഠിപ്പിക്കാൻ പറ്റുമോ പഠിപ്പിക്കണം. അവർക്ക് ആഹാരം കൊടുക്കണം, വസ്ത്രം കൊടുക്കണം, ഉന്നത നിലയിൽ പഠിപ്പിച്ച് അവർ നല്ലൊരു ജോലി സമ്പാദിപ്പിച്ച് നല്ലൊരു നിലയിൽ എത്തിച്ച് ഇനിയുള്ള തലമുറ ഇങ്ങനെ വരരുത് എനിക്കൊരു വലിയ ആഗ്രഹമാണ്. ഇവരുടെ മക്കൾ അങ്ങനെ വരരുത്. ഇവരുടെ മക്കൾ നല്ലതായിട്ടൊന്ന് അവരെ കൂടെ നിന്ന് പഠിക്കണം, നല്ല മക്കളായിട്ട് വളരണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരു സ്വപ്നത്തിൽ എത്തിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എന്താ പറയാനുള്ള? ആൻറ്റിയുടെ എന്താ പറയണ്ടേ? ആൻറ്റി അല്ല, മുത്തശ്ശിയാ. പറ, എന്ത് പറയണം? പറ. എന്തോ ഉണ്ടല്ലോ, ഉറക്കം വരുന്നുണ്ടാ? ഉറങ്ങണ? വാവോ പഴണ? അതൊക്കെ ചോദിച്ചു എല്ലാരും. ഉറങ്ങണോ? മടിയിൽ ഉറങ്ങണോ? പാട്ടുപാടി ഉറങ്ങണോ? പാട്ടുപാടി ഉറക്കി തരട്ടെ? പാട്ടുപാടി ഉറക്കി തരണ? ഒരു പാട്ട് ഇറങ്ങിക്കോ. ആ, ബാ, പാട്ടുപാടി ഇറക്കി തരാം. മടിയിൽ കിടക്കണം, മടിയിലിരിക്കണം. ബാ 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 ഇതാ ബാ ബാ. ഇത് റെഡി? 1 2 3 ബാ. പാട്ടുപാടി ഉറക്കാം ഞാൻ താമരപ്പൂം പൈതലേ, കേട്ടു കേട്ടു നീയുറങ്ങൻ കരളിൻ്റെ കാതലേ, കരളിൻ്റെ കാതലേ. രാരിരാരോ രാരിരോ, രാരിരാരോ
രാരിരാരോ രാരിരോ രാരിരാരോ രാരിരോ. കള്ളി സുഖമായിട്ടിറങ്ങി. മിടിക്കുകയാണോ? എന്നിട്ട് അവന് മൂള് പാട്ട് പാടുന്നു, അവള് പാടുന്നുണ്ട്. ഒരു പ്രോഗ്രാം നടത്തിയപ്പോഴത്തേക്ക് അതില് മരിക്കുന്നതായിട്ടല്ലേ, മരിക്കുന്നതായിട്ട് കിടക്കാൻ പറഞ്ഞു. അവള് ദിവസം പോലും വിടാതെ അതുപോലെ അവള് കിടന്നു. ഞങ്ങൾക്ക് അതിശയം അതിശയമായിരുന്നു ഇവളിങ്ങനെ നടത്തിക്കിടന്ന്. അപ്പൊ കുറെ നേരം അങ്ങനെ കണ്ണൊന്നും അനങ്ങിയില്ല, അനങ്ങാതെ സ്ട്രൈറ്റ് ചെയ്ത് അങ്ങനെ കിടന്നു കയറി മിടിക്കുകയാണ്. അപ്പൊ നാളെ അഭിനയിക്കാൻ അല്ലേ, സിനിമയിലൊക്കെ അഭിനയിക്കാൻ വിളിച്ചാ വരൂ അല്ലേ? നമുക്ക് പോയാലോ? വരുന്നോ? സിനിമയിൽ അഭിനയിക്കാം, സീരിയലിൽ അഭിനയിക്കാം. അയ്യോ ജീവ ചേച്ചി ഞങ്ങളെ ഇവിടെ കൊണ്ട് എത്തിച്ചതിൽ ഒത്തിരി സന്തോഷം കേട്ടോ. കാരണം ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നതും എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരുപാട് യാത്ര ചെയ്യുന്ന മനുഷ്യരാണ് നമ്മൾ. ശരിക്കും നമ്മൾ ലൈഫിൽ എപ്പോഴെങ്കിലുമൊക്കെ ഇവിടെ വന്ന് സന്ദർശിക്കണം. കാരണം ഇവരുടെ മുഖത്തെ ഒരു പുഞ്ചിരി എന്ന് പറയുമ്പം ഒരു കള്ളത്തരമില്ലാത്ത, ഒരു മായമില്ലാത്ത നിഷ്കളങ്കമായ ചിരികളാണ് കേട്ടോ. അപ്പം അവിടെ കൊണ്ടുവരുമ്പം നമ്മുടെ ലൈഫ് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നുകൂടെ ഞാൻ പറയും, നമുക്കൊന്നും ഒന്നിൻ്റെ കുറവുമില്ല. പക്ഷേ നമ്മൾ ചെറിയ ചെറിയ കാര്യത്തിൽ ഇവരെ ടെൻഷൻ അടിക്കുമ്പോഴും ഈ മക്കളോട് വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ടെൻഷനും ഇല്ല. ചേച്ചിയുടെ ഈ സൗന്ദര്യത്തിൻ്റെ രഹസ്യവും ചിരിയുടെ രഹസ്യവും ഞങ്ങളിപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ശരിക്കും ഇത്രയും കുട്ടികളെ ഒരു അമ്മ രീതിയിലും ചേച്ചി രീതിയിലും പിള്ളേരുടെ കൂടെ കളിച്ച് നിശ്ചയിക്കുമ്പം ഞങ്ങൾക്ക് തരാനുള്ളത് എല്ലാവരുടെയും ഒരു സ്നേഹ ഹഗ്ഗാണ്. ദൈവം കൂടുതലായിട്ട് അനുഗ്രഹിക്കട്ടെ ചേച്ചി. ഓക്കെ. എനിക്ക് സങ്കടം കരച്ചിലൊക്കെ വരുന്നുണ്ട്. കാരണം എന്താണെന്നറിയോ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ വെറുതെ ചോദിച്ചു, ഞാൻ പറഞ്ഞില്ല അന്ന്. അപ്പം പോട്ടെ മോളേന്ന് ചോദിച്ചപ്പോൾ ഒരു കുഞ്ഞ് എൻ്റെ ഇവിടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ചോദിച്ചു, ഇനി എപ്പോൾ വരും അമ്മാന്ന്. എനിക്ക് അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി, സങ്കടം വന്നു. അപ്പോൾ ഞാൻ വെറുതെ ചോദിച്ചു മക്കൾക്ക് എന്താ വേണ്ടതെന്ന്. അപ്പോൾ അവരെന്നോട് പറഞ്ഞതെന്ന് പറയാം, ബിരിയാണി ഐസ്ക്രീം വേണം. ഓർമ്മയുണ്ടോ? ഞാൻ ഷൂട്ടായിട്ട് ഞാൻ കൊടുത്തു വിട്ടില്ലേ ഇവിടെ. അപ്പോൾ അങ്ങനെയൊക്കെ കാണുമ്പോൾ ഉള്ള നമ്മളെ ഒരു മനസ്സുണ്ടല്ലോ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇത് എത്തുന്നില്ല, അവരിലേക്ക് എത്തണം. നല്ല ഒരുപാട് പേര് ഈ ലോകത്തുണ്ട്. നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ഇവിടെ സന്ദർശിക്കാം അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കാര്യങ്ങളൊന്ന് പറയുമോ? അല്ല, തീർച്ചയായിട്ടും ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുന്നവർ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യുക. പാറശാല ബാലിക മന്ദിരമാണിത്. പിന്നെ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ എളുപ്പമാണ് എൻ്റെ സുഹൃത്തുക്കൾക്ക്. പിന്നെ ഇവരെ കോണ്ടാക്ട് ചെയ്യാം. ആരെ കോണ്ടാക്ട് ചെയ്താലും ഇവിടെ എത്താൻ ഒരൊറ്റ നിമിഷം മതി. നമുക്ക് ബാക്കി കാര്യങ്ങൾ ഇവരെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാൻ പറ്റും. ഈ മക്കളെ സഹായിക്കാൻ ഹൃദയമുള്ള എല്ലാവരും തീർച്ചയായിട്ടും ഓടിയെത്തുക. ഈ മാലാഖ കുഞ്ഞുങ്ങളുടെ സ്വർഗത്തിലേക്ക് ഞങ്ങളെ കൊണ്ടെത്തിച്ച ജീജാമ്മയുടെ ജീവിതം നമുക്കൊന്ന് അറിഞ്ഞാലോ? ഒരുപാട് പൊട്ടിച്ചിരിപ്പിച്ച് സന്തോഷിപ്പിച്ച് ആ ജീജാമ്മയുടെ ജീവിത കഥ നമുക്കറിയാം. കാത്തിരിക്കുക സില്ലിലോട്ട് വരുന്ന എപ്പിസോഡിൽ.